ഈ കോഴിക്കോട് പറമ്പിൽ ബസാറിൽ മൂന്നംഗ സംഘം കാരണം പറയാതെ ബസ് തടഞ്ഞു നിർത്തി. തടഞ്ഞതിന്റെ കാരണം എന്താണെന്ന് ഡ്രൈവർ ചോദിച്ചിട്ട് മറുപടി നൽകിയില്ല. എതിരെ വന്ന സ്വകാര്യ ബസ്സും മറ്റ് വാഹനങ്ങളും റോഡിൽ കുടുങ്ങുകയും ചെയ്തു. നാട്ടുകാരെത്തി ഇവരെ മാറ്റിയെങ്കിലും പിന്നീട് പറമ്പിൽ ബസാറിൽ വെച്ച് ഡ്രൈവറെ സംഘം ചേർന്ന് മർദ്ദിച്ചെന്ന് പരാതിയുണ്ട്. ഇംതിയാസ് ചേരുന്നുണ്ട്. ഇംതിയാസ്, എന്താണ് അവിടെ സംഭവിച്ചത്? പ്രതീക്ഷ, കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് പറമ്പിൽ ബസാറിൽ വെച്ച് ഒരു സ്വകാര്യ ബസ് തടയുന്ന അവസ്ഥയുണ്ടായത്. രാവിലെ ഒരു 9:30 ബസ് പോകുന്നതിനിടയ്ക്കാണ് ഇരുചക്ര വാഹനത്തിൽ മൂന്ന് യുവാക്കൾ ഇരുചക്ര വാഹനത്തിലെത്തി ബസ്സിന്റെ മുൻപിൽ കൊണ്ടുചെന്ന് നിർത്തിയത്. അതിനുശേഷം ബസ്സിലെ ഡ്രൈവറുമായിട്ട്, മുഹ്സിൻ എന്നാണ് ഡ്രൈവറുടെ പേര്, ഡ്രൈവറുമായിട്ട് വലിയ രീതിയിൽ തർക്കിക്കുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾ വാഹനം തടഞ്ഞത് എന്ന് ഡ്രൈവർ ചോദിക്കുമ്പോൾ ഇവർ മറുപടി പറയുന്നില്ല. വെറുതെ തെറി പറയലടക്കമുള്ള കാര്യങ്ങളുമായിട്ട് ഇവരുടെ വാക്കുതർക്കം നീണ്ടുപോയി എന്നുള്ളതാണ്. തൊട്ടു മറുവശത്ത് നിന്ന് ഒരു ബസ് വന്നിരുന്നു. ആ ബസ്സും കുറെ സമയം അവിടെ കുടുങ്ങിപ്പോയി. ഇവർ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് കാരണം മറ്റു ചെറിയ വാഹനങ്ങൾ, ഇരുചക്ര വാഹനങ്ങളും കാറും ഒക്കെ അതുവഴി വന്നിരുന്നു. ആ വാഹനങ്ങളൊക്കെ അവിടെ ഒരുപാട് സമയം നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ടായി. പിന്നീട് നാട്ടുകാരൊക്കെ ഇടപെട്ടതിന് ശേഷമാണ് എല്ലാ വാഹനങ്ങൾക്കും അവിടെ നിന്ന് പോകാൻ കഴിഞ്ഞത്. അത് കഴിഞ്ഞ് ഈ ബസ് പറമ്പിൽ ബസാറിലെ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയപ്പോൾ ഈ മൂവർ സംഘം ബസ് സ്റ്റാൻഡിലെത്തി ഈ മുഹസിൻ എന്ന ഡ്രൈവറെ മർദ്ദിച്ചു എന്നൊരു പരാതി കൂടെ ഇപ്പോൾ ഈ ഡ്രൈവറായിട്ടുള്ള മുഹസിൻ ഉന്നയിക്കുന്നുണ്ട്. തന്നെ മർദ്ദിച്ചു എന്ന് കാണിച്ചുകൊണ്ട് പോലീസിൽ, ചേവായൂർ പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കണ്ടാലറിയാവുന്ന 3 ആളുകൾക്കെതിരെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പ്രജീഷ്. ശരി, ഇംതിയാസ് ആണ് വിവരങ്ങൾ നൽകിയത്.